നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലർ മാസ്, ഇവയൊക്കെ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിച്ചത് ഇങ്ങനെയാണ്: ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് ഇറ്റ്സ് മോളാർ മാസ്. നിങ്ങൾക്ക് മോളാർ മാസ് എന്താണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇതിനു മുന്നത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണുക. എന്നാലും നമ്മൾ ഇവിടെ ഒന്ന് പറയാം. അതായത് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mole is equal to 6.022 into 10 raised to 23. ഓക്കെ, ഞാൻ ഇത്രയും ഹൈഡ്രജൻ വേണ്ട കാർബൺ ആറ്റം എടുത്തെന്ന് വിചാരിക്കും. ഓക്കെ, ഇത്രയും ഞാൻ കാർബൺ ആറ്റംസ് എടുത്തു. സപ്പോസ് ഇത്ര എണ്ണം കാർബൺ ആറ്റംസ് ഞാൻ എടുത്തിട്ട് അത് തൂക്കി നോക്കി, അതിന്റെ വെയിറ്റ് എത്രയാണ്. അപ്പൊ എനിക്ക് കാണാൻ സാധിച്ചു അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. എത്രയാണ്? 12 ഗ്രാം. അപ്പോൾ ഇതിനെയാണ് ഞാൻ എന്താ പറയാ, മോളാർ മാസ് എന്ന് പറയാം. എന്താണ് മോളാർ മാസ്? ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണം എന്താണ്, പാർട്ടിക്കിൾസ് ആണ്. അത് ആറ്റം ആണ് എടുക്കുകയാണെങ്കിൽ ഇത്ര എണ്ണം എന്താണ് ആറ്റം, അതിന്റെ വെയിറ്റ് ആണ് എന്താ മോളാർ മാസ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മോൾ ഞാൻ ഓക്സിജൻ എടുത്തു. ഓക്സിജൻ, അതായത് അതിന്റെ അർത്ഥം എന്താ, 6.022 into 10 raised to 23. ഇത്രയും ഓക്സിജൻ ഞാൻ എടുത്തു. എന്നിട്ട് അതിന്റെ വെയിറ്റ് തൂക്കി നോക്കി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 16 ഗ്രാം എന്ന് കിട്ടി. എത്രയാണ്? 16 ഗ്രാം. ഈ 16 ഗ്രാമിനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിജന്റെ മോളാർ മാസ്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ വരുമ്പോൾ ഹൈഡ്രജൻ നമ്മൾ SSLC ലെവലിൽ 1 ഗ്രാം എന്നാണ് പഠിക്കുക. ഹൈഡ്രജന്റെ മോളാർ മാസ് ഇസ് ഈക്വൽ ടു 1 ഗ്രാം. ബട്ട് ആക്ച്വലി യഥാർത്ഥമായിട്ട് ഹൈഡ്രജന്റെ മോളാർ മാസ് ഇസ് ഈക്വൽ ടു 1.00794 ഗ്രാം ആണ്. മനസ്സിലായോ? ഇത്രയും നമ്മൾ പറയില്ല, ചുരുക്കി എന്ത് പറയും? 1 ഗ്രാം എന്ന് പറയും, അപ് ടു 10th വരെ. പക്ഷെ +1 +2 ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഇത് നിങ്ങൾ ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയേണ്ടി വരും? 1.008 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ തൽക്കാലം SSLC വരെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആഫ്റ്റർ ദാറ്റ് SSLCക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ഇട്ടിട്ട് വേണം കണക്കുകളൊക്കെ ചെയ്യാൻ, പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ചെയ്യാൻ. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ അത്ര എക്സ്പാൻഡ് ചെയ്ത് പറയുന്നില്ല, ചുരുക്കിയാണ് പറയുന്നത്. ഹൈഡ്രജന്റെ മോളാർ മാസ് 1 ഗ്രാം. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ പീരിയോഡിക് ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ എലിമെന്റിന്റെയും താഴെ അതിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. AMU. ദിസ് ഈസ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. അതിനെ നമ്മൾ മോളാർ മാസിലേക്ക് മാറ്റുമ്പോൾ ഇത് തന്നെ കിട്ടും ആൻസർ. ഓക്കെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിനെ കുറിച്ച്. അപ്പൊ എല്ലാ മൂലകത്തിന്റെയും താഴെ കൊടുത്തതാണ് എന്താണ്, അത് അറ്റോമിക് മാസ് ആണ്. കണ്ടോ? അത്രയും തന്നെ നമ്മൾ എന്തെടുക്കുകയാണെങ്കിൽ ഗ്രാമിൽ എടുക്കുകയാണെങ്കിൽ അത് 1 മോൾ ആറ്റംസ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ സോഡിയം നോക്കിയേ, സോഡിയം 22.2. എത്ര വലിയ സംഖ്യയാണ് നോക്കിയേ, 22.989770. ഇത്രയും സോഡിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 മോൾ എന്തുണ്ടാവും? സോഡിയം ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ മീനിങ്, അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ നമ്മളിത് ചുരുക്കി എത്ര പറയും? 23 ഗ്രാം എന്ന് ചുരുക്കി പറയും ഇപ്പോ. പക്ഷെ ആക്ച്വലി എത്രയാണ്? 22. കണ്ടോ? കുറച്ച് വലിയ സംഖ്യ. അപ്പൊ അങ്ങനെ ചുരുക്കി പറയുന്ന കുറച്ച് എലമെന്റിന്റെ എന്തറിഞ്ഞിരിക്കണം നിങ്ങൾ? മോളാർ മാസ് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാന്ന് നോക്കാം. സൾഫർ 32 ഗ്രാം, സോഡിയം 23 ഗ്രാം, ഹീലിയം 4 ഗ്രാം, കാർബൺ 12 ഗ്രാം, നൈട്രജൻ 14 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം, ക്ലോറിൻ 35.5 ഗ്രാം, കാൽസ്യം 40 ഗ്രാം. കണ്ടോ? ഇപ്പൊ പറഞ്ഞ എലമെന്റ്സ് ഒക്കെ നമുക്ക് പീരിയോഡിക് ടേബിളിൽ നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ? സോഡിയം കണ്ടോ? 22.989770. കാർബൺ 12.0107. നമ്മൾ പറഞ്ഞ എത്രയാണ് മാത്രമാണ്? 12 മാത്രമാണ്. അതുപോലെ വരുന്നു സൾഫർ 32.066. നമ്മൾ പറയുന്നത് സൾഫർ എത്രയാണ്? ഓൺലി 32. ഓക്കെ, അപ്പൊ 32 എന്ന് നിങ്ങൾ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്നുള്ളൂ. പക്ഷെ
ഹയർ സ്റ്റഡീസിലെ +1 +2 ലെവലിൽ നിങ്ങൾ കറക്റ്റ് പറയേണ്ടി വരും. 32.066 എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ്. നിങ്ങൾ ഏതൊരു വസ്തുവും, കാർബൺ ആയിക്കോട്ടെ നൈട്രജൻ ആയിക്കോട്ടെ, ഒരു മോള്, അതായത് 6.0×10⁻³ ആറ്റംസ് കാർബണോ അല്ലെങ്കിൽ നൈട്രജനോ അത്ര എണ്ണം എടുത്തിട്ട് അതിന്റെ തൂക്കി നോക്കിയാൽ കിട്ടുന്ന വെയിറ്റ് ആണെന്ത്? അതിന്റെ മോളാർ മാസ്. മനസ്സിലായോ? ക്ലിയർ? ഹൗ ടു ഫൈൻഡ് മോളാർ മാസ്? മോളാർ മാസ് എങ്ങനെ കണ്ടെത്തും? 4 എലമെന്റ്സ്. എലമെന്റ്സിന്റെ, മൂലകങ്ങളുടെ മോളാർ മാസ് എങ്ങനെ കണ്ടെത്തും? 4 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലകങ്ങൾ. ചെക്ക് പീരിയോഡിക് ടേബിൾ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പീരിയോഡിക് ടേബിള് നോക്കിയാൽ മതി. നേരത്തെ സാറ് കാണിച്ചതുപോലെ പീരിയോഡിക് ടേബിൾ നോക്കുക, അതിന്റെ താഴെ എത്രയാണ് മാസ് കൊടുത്തിരിക്കണേന്ന് നോക്കുക. അത് തന്നെയാണ് അതിന്റെ മോളാർ മാസ് ഓരോ എലമെന്റിന്റെ. മനസ്സിലായോ? അങ്ങനെ നമുക്ക് കിട്ടിയ ആ ടേബിൾ നോക്കി കിട്ടിയ വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, 1 ഗ്രാം അല്ല ശരിക്കും ഹൈഡ്രജൻ, 1.008 ആണ്. പക്ഷെ അങ്ങനെ എടുത്ത് ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് എന്താണ് മോളാർ മാസ് എന്ന് പഠിച്ചത്? ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഇസ് കോൾഡ് ഇറ്റ്സ് മോളാർ മാസ്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലേ? സോ വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ മോളാർ മാസ് എത്രയാണ്? വെരി സിമ്പിൾ. ഇവിടെ നോക്കി പറയാം. എത്രയാണ്? 16 ഗ്രാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ഗ്രാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് നൈട്രജൻ? വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് നൈട്രജൻ? നൈട്രജന്റെ എത്രയാണ്? 14 ഗ്രാം. വെരി സിമ്പിൾ. എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 14 ഗ്രാം. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. നൈട്രജൻ എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. അപ്പൊ N2 അത് എത്ര ഗ്രാം ആയിരിക്കും? അത് നൈട്രജൻ മോളിക്യൂളാണ്. അതുപോലെ ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. O2 അത് എത്രയായിരിക്കും? അത് ഓക്സിജൻ മോളിക്യൂളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി ഈ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് കാർബൺ? ഇതിൽ നിന്നിട്ട് നമ്മളൊരു കാര്യം പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് കാർബൺ? എന്താണ് കാർബണിന്റെ മോളാർ മാസ്? 12 ഗ്രാം അല്ലേ? സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. മോളാർ മാസ് ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു 12 ഗ്രാം. എത്രയാണ്? 12 ഗ്രാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. എങ്ങനെ അറിയാം? പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും. കാർബൺ എന്ന് പറയുന്നത് ഒരു മൂലകമാണ്, അതിന്റെ മാസ് 12. ഓക്കെ, വെരി സിമ്പിൾ. ഇനി മോളാർ മാസ് ഓഫ് കാർബൺ 12 ഗ്രാം ആണ്, സമ്മതിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഒരു മോൾ തന്മാത്ര, ഒരു മോൾ ആറ്റങ്ങള്, കാർബൺ ആറ്റം, അതിന്റെ മാസ് അല്ലേ ഈ 12 ഗ്രാം? മോളാർ മാസ് ഓഫ് കാർബൺ എത്രയാണ്? 12 ഗ്രാം. അതിന്റെ അർത്ഥം എന്താണ്? ഇതിനകത്ത് ഒരു മോൾ എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 6.022 × 10⁻23 എന്താണ്? കാർബൺ ആറ്റംസ്. അതിന്റെ വെയിറ്റ് ആണെന്ത്? ഈ 12 ഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ? 12 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോൾ ആറ്റത്തിന്റെ വെയിറ്റ് ആണ്. ഒരാളുടെ വെയിറ്റ് അല്ല, ഒരു മോൾ ആറ്റത്തിന്റെ വെയിറ്റ്. മനസ്സിലായോ? ബട്ട് ഇൻ പീരിയോഡിക് ടേബിൾ 12 AMU എന്നാണ് നമ്മൾ കാണാം. പീരിയോഡിക് ടേബിളിൽ 12 ഗ്രാം എന്നല്ല, 12 AMU എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എന്നാണ്. നിങ്ങൾ വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 12 ഗ്രാം എന്ന് പറഞ്ഞാലോ ഇത്രയും ഉണ്ടോ? അവഗാഡോ സംഖ്യ, ഇത്രയും കാർബൺ ആറ്റത്തിന്റെ മാസാണ്. പക്ഷെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന 12 AMU എന്ന് പറയുന്നത് അത് വെറും ഒരു കാർബൺ ആറ്റത്തിന്റെ മാസാണ്. മനസ്സിലായോ? ക്ലിയർ? അങ്ങനെ ഒരു AMU, ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയാണ്? 12 AMU. ആ 12 AMUയിൽ ഒരു AMU എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സംഖ്യയാണ്. നോക്കൂ, 1.67. നിങ്ങൾക്ക് 1 രൂപ 67 പൈസ തന്നു എന്ന് വിചാരിക്കേ. 1 രൂപ 67 പൈസ നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് വിചാരിക്കേ. എന്നിട്ട് നിങ്ങളോട് പറയണത് എത്ര പേർക്ക് വീതിക്കാനാണെന്ന് നോക്കിയേ. 10 കഴിഞ്ഞിട്ട് ഒരു 23 0.
ഉണ്ടോ? 1, 2, 3 അങ്ങനെ എത്രയാണ്? 23 എന്താണ് സീറോസ് ഉണ്ടോ? അത്രയും ആളുകൾക്ക്, വലിയ സംഖ്യയാണേ, അത്രയും ആളുകൾക്ക് നിങ്ങൾ ആ പൈസ വീതിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഒരാൾക്ക് എത്ര കിട്ടും? വളരെ നിസ്സാര പൈസ കിട്ടും, ശരിയല്ലേ? അത്രയും ചെറിയ സംഖ്യയാണ് എന്ത് ഈ ഒരു AMU എന്ന് പറഞ്ഞാൽ. 1.67 നിങ്ങൾ താഴെ 24 പൂജ്യം ഒരു 1 ഇട്ടിട്ട് 24 എന്താണ് സീറോസ്, 24 സീറോസ്, അത്രയും വലിയ സംഖ്യ കൊണ്ട് ഹരിച്ച് കഷ്ണങ്ങളാക്കി കിട്ടുന്ന ചെറിയ കുഞ്ഞു കഷ്ണം, അതാണ് എന്ത് ഒരു AMU. സാർ മനസ്സിലായില്ലേ സാർ? വെരി സിമ്പിൾ ആണ്. ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എ മാസ് ഓഫ് 1 പ്രോട്ടോൺ. നിങ്ങൾക്കറിയാം പ്രോട്ടോൺ വളരെ ചെറിയ കണികയാണ് അല്ലേ? ആ ഒരു പ്രോട്ടോണിന്റെ മാസാണ് എന്ത് ഒരു AMU എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.67 × 10⁻⁻24. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഒരു AMU എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഒരു പ്രോട്ടോൺ എവിടെ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന്റെ അകത്ത് അല്ലേ? ഒരു പ്രോട്ടോണിന്റെ മാസ് വെയിറ്റ് ആണെന്ത് ഒരു AMU. ഇവിടെ 12 AMU എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇസ് ഈക്വൽ ടു മാസ് ഓഫ് 12 പ്രോട്ടോൺ. ശരിയാണ്, 12 പ്രോട്ടോണിന്റെ മാസ് ആണ് 1 കാർബൺ ആറ്റം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 കാർബൺ ആറ്റം. കാരണം 12 AMU ആണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് ഇൻ പീരിയോഡിക് ടേബിൾ. അപ്പൊ അതിനകത്ത് 12 പ്രോട്ടോൺ കാണണം എന്നൊരു ചിന്ത വരില്ലേ? പക്ഷെ നമുക്കറിയാം കാർബൺ എന്താണ് അറ്റോമിക് നമ്പർ? കാർബണിന്റെ 6 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? കാർബണിൽ 6 പ്രോട്ടോണേ ഉള്ളൂ. അപ്പൊ പിന്നെ 6 പ്രോട്ടോൺ ആണെങ്കിൽ 6 AMU എന്നല്ലേ വരേണ്ടത് മാസ് അല്ലേ? പക്ഷെ എത്ര വന്നിരിക്കുന്നു? 12 AMU എന്ന് വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? 6 AMU എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ 6 AMU എന്താണ്? പ്രോട്ടോണിന്റെയും ഈ 6 AMU ബാക്കിയുള്ള 6 AMU ന്യൂട്രോണിന്റെയുമാണ്. കണ്ടോ? അതിന്റെ അർത്ഥം മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എന്താണ്? ന്യൂട്രോൺ അപ്രോക്സിമേറ്റ്ലി. കണ്ടോ? ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് എന്താണ്? സെയിം ആണ്. ആ മാസ് എത്രയുണ്ട്? ഒരു AMU ഉണ്ട്. കാർബണില് 6 പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ 6 ന്യൂട്രോണും ഉണ്ട്. സോ their ടോട്ടൽ മാസ് ഈസ് 12 AMU. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാർബൺ, വെറും ഒരു കാർബണിന്റെ മാസാണ് 12 AMU. പക്ഷേ 12 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസാണ്. 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാർബൺ ആറ്റങ്ങളുണ്ട്. പക്ഷെ പീരിയോഡിക് ടേബിളിൽ തന്നിരിക്കുന്ന 12 AMU എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ദ മാസ് ഓഫ് 1 കാർബൺ ആറ്റം, ബട്ട് the molar mass is 12 gram. It is the mass of 1 mole carbon atoms. Clear? മനസ്സിലായോ? Okay? If you take 12 from 12 MU, അതായത് നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ കാണുന്നത് 12 AMU ആണ്. അതെന്താണെന്ന്? മാസ് ഓഫ് ഒരു കാർബൺ ആറ്റം. അതിൽ നിന്ന് നിങ്ങൾ 12 അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ചുമ്മാ വെറുതെ 12 എടുത്തിട്ട് ഒരു ഗ്രാം ചേർത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ മോളാർ മാസ് കിട്ടുമെന്ന്. സോ ഇഫ് യു ടേക്ക് 12 ഫ്രം 12 AMU ആൻഡ് ടേക്ക് 12 gram ഓഫ് കാർബൺ ആറ്റംസ്, അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് 12 AMU എന്ന് എടുക്കുന്ന ഈ 12 ഉപയോഗിച്ച് അത്രയും ഗ്രാം കാർബൺ ആറ്റം എടുത്താൽ യു വിൽ ഗെറ്റ് 6.02 × 10⁻23 കാർബൺ ആറ്റംസ്. മനസ്സിലായോ? ഇത് വളരെ എന്താണ് ഭംഗിയുള്ളൊരു റിലേഷനാണ്. കാരണം എന്താ നോക്കിയാൽ, നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാണുന്നത് വെറും ഒരു കാർബൺ ആറ്റത്തിന്റെ മാസാണ്. അവിടെ കിടക്കുന്ന ആ സംഖ്യ മാത്രം നമ്മൾ എടുക്കുക, യൂണിറ്റ് അല്ല, സംഖ്യ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാലേ 12 എടുത്തു കഴിഞ്ഞാലേ അത് ഗ്രാം എന്ന് പറഞ്ഞ് അവിടെ ചേർത്ത് കഴിഞ്ഞാൽ അത് എത്ര ഗ്രാം എടുക്കണം? നമ്മൾ 12 ഗ്രാം എടുക്കണം. അങ്ങനെ എടുത്താലേ നമ്മൾ എണ്ണി നോക്കുമ്പോൾ അതിനകത്ത് 1 മോൾ കാർബൺ ആറ്റം ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പീരിയോഡിക് ടേബിളിൽ കിടക്കുന്ന മാസ് അറ്റോമിക് മാസ് ആണ്. അത് എത്രയാണോ അത്രയും എണ്ണം ഗ്രാം എടുക്കണം. മനസ്സിലായോ? ഗ്രാം വേറൊരു യൂണിറ്റ് ആണ്. മനസ്സിലായോ സാറ് പറയുന്നത്? ഗ്രാം വേറൊരു യൂണിറ്റ് ആണ്. അപ്പൊ അത്രയും എണ്ണം ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തോരം കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും?
1 മോൾ കാർബൺ ആറ്റങ്ങളുണ്ട്. ഇത്രയും എണ്ണം ഈ ഗ്രാമിനെ, അതായത് പീരിയോഡിക് ടേബിളിലുള്ള അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണോ അവിടെ കിടക്കുന്ന സംഖ്യയുടെ അത്രയും ഗ്രാം മോളിനെ, അത്രയും ഗ്രാം ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്, GAM. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ. പീരിയോഡിക് ടേബിളിലേക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ എന്ത് കിട്ടും? 12 AMU എന്ന് കിട്ടും. ആരുടെ താഴെ? കാർബണിന്റെ. അതിന്റെ അർത്ഥം എന്താ? ഒരു കാർബണിന്റെ മാസാണ്, വെയിറ്റ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 6 പ്രോട്ടോണിന്റെ വെയിറ്റ് പ്ലസ് 6 ന്യൂട്രോണിന്റെ വെയിറ്റ് ആണ് എന്ത്? ഈ 12 AMU എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാർബണിന്റെ വെയിറ്റ് ആണ് എവിടെ കൊടുത്തിരിക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അവിടെ AMU എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കിടക്കുന്ന 12 എന്ന് പറഞ്ഞ സംഖ്യ എടുത്തിട്ട് നിങ്ങൾ ആ 12ന്റെ ഇപ്പുറം എന്ത് ചേർക്കണം? ഒരു ഗ്രാം ചേർക്കണം. അതിന്റെ അർത്ഥം നിങ്ങളിപ്പോ 12 ഗ്രാം എടുക്കാൻ തയ്യാറായി. 12 ഗ്രാം കാർബൺ എടുത്താൽ ഒരു കാർബൺ ആറ്റം അല്ല അതിനകത്ത് കിട്ടുക. എന്തോരം കിട്ടും? ഇത്രയും എണ്ണം, അതായത് 6.02 × 10⁻³ എണ്ണം കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകും. അപ്പോ പീരിയോഡിക് ടേബിളിൽ കിടക്കുന്ന മാസിന്റെ അതേ നമ്പറിൽ ഗ്രാം എടുത്താൽ 1 മോൾ ഉണ്ടാകുമെങ്കിൽ ആ നമ്പറിനെ, 12 ഗ്രാമിനെ നമ്മൾ എന്ത് വിളിച്ചു? കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാർബൺ ഒറ്റയ്ക്ക് ഒരാളേ ഉള്ളൂ, ആറ്റമാണ്. അങ്ങനെ 1 മോൾ കാർബൺ ആറ്റത്തിന്റെ മാസ്, അതാണ് എന്ത്? ഗ്രാം അറ്റോമിക് മാസ്. മനസ്സിലായോ? ക്ലിയർ? സോ ഗ്രാം അറ്റോമിക് മാസ്, GAM. കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ്? ചില കുട്ടികൾക്ക് പിന്നെയും സംശയം വരും. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? മാസ് ഓഫ് 6.022 × 10⁻23 atoms, not molecules. നിങ്ങൾ 1 മോൾ ആറ്റത്തിന്റെ മാസ് എത്രയാണോ അതാണ് എന്ത്? ഗ്രാം അറ്റോമിക് മാസ്. ക്ലിയർ? ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെന്റ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളിപ്പോ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ നോക്കി, അപ്പൊ അതിന്റെ താഴെ കിടക്കുന്നത് 1 ഗ്രാം, താഴെ കിടക്കുന്നത് 1 AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇതെന്തിനു തുല്യമാണ്? 1 ഗ്രാം. ഉണ്ടാവും ഇതിന് തുല്യം എന്നല്ല, ഇത്രയും നിങ്ങൾ ഗ്രാം എടുത്താൽ അതിനകത്ത് എന്താണ്? 1 മോൾ ആറ്റംസ് ഉണ്ടാവും. മറ്റൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കിയപ്പോൾ ഹീലിയത്തിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് 4 AMU, അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ 4 എന്ന് പറഞ്ഞ സംഖ്യയെ മാത്രം എടുക്കുക, എന്നിട്ട് 4 ഗ്രാം ആണ് ഹീലിയം എടുക്കുന്നതെങ്കിൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? 6.0 × 10⁻³ ആറ്റംസ്. മനസ്സിലായോ? മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ നോക്കി, അപ്പോൾ ഓക്സിജൻ പീരിയോഡിക് ടേബിളിൽ കിടക്കുകയാണ് 16 ഇതെന്താണ്? ഇത് അറ്റോമിക് മാസ് യൂണിറ്റ്, ഒരു ഓക്സിജന്റെ മാസാണ്. മനസ്സിലായോ? നമ്മൾ ഈ നമ്പർ മാത്രം പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് അതിന് ഇപ്പൊ എന്ത് ചേർക്കുക? ഗ്രാം എന്ന് പറഞ്ഞ യൂണിറ്റ് ചേർക്കുക. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ, മനസ്സിലായോ? 16 ഗ്രാം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാവും? 6.02 × 10⁻23 ആറ്റംസ്. ഇങ്ങനെ പീരിയോഡിക് ടേബിളിൽ കിടക്കുന്ന അറ്റോമിക് മാസ് യൂണിറ്റിന്റെ സംഖ്യയുടെ അത്രയും ഗ്രാം എടുത്താൽ അതിനകത്ത് 6.0 × 10⁻23 ആറ്റംസ് ഉണ്ടെങ്കിൽ, 1 മോൾ ആറ്റംസ് ഉണ്ടെങ്കിൽ അത്രയും ഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 മോൾ ഓക്സിജന്റെ മാസാണ് എന്ത്? ഗ്രാം അറ്റോമിക് മാസ്. മനസ്സിലായോ? 1 മോൾ ഓക്സിജൻ ആറ്റത്തിന്റെ, അല്ലെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ, അല്ലെങ്കിൽ 1 മോൾ മഗ്നീഷ്യം ആറ്റത്തിന്റെ ഒക്കെ എന്താണ്? 1 മോൾ അറ്റോമിക് മാസ് ആണ് എന്ത്? ഗ്രാം അറ്റോമിക് മാസ്. മനസ്സിലായോ? In other words, GAM is equal to mass of 1 mole of atoms in grams. Clear? നോക്കേ, ഇവിടെ കാണുന്നതൊക്കെ എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് ആണ്. അപ്പൊ നിങ്ങൾ വെരി സിമ്പിൾ ആണ്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് സൾഫർ ചോദിച്ചാൽ എന്താണ്? മോളാർ മാസ് പറഞ്ഞാൽ മതി, 32 ഗ്രാം. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ചോദിച്ചാൽ എന്ത് പറയണം? 4 ഗ്രാം. എന്തുകൊണ്ടാ?
4 ഗ്രാമിൽ എത്രയുണ്ട്? 1 മോൾ ആറ്റംസ് ഉണ്ട്. മനസ്സിലായോ? ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ചോദിച്ചു. എന്താണ് ഉത്തരം? 14 ഗ്രാം. ക്ലിയർ? മനസ്സിലായോ? സോ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 12 ഗ്രാം. 12 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ എന്റെ ചോദ്യം 2 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബണോ? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 12 24 ഗ്രാം. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. സോ വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ് ബൈ ഡെഫിനിഷൻ? ഡെഫിനിഷൻ ഉപയോഗിച്ച് എങ്ങനെ പറയാം? അത് ഡെഫിനിഷനിലേക്ക് പോകല്ലേ, ഞാൻ പറയാം. പീരിയോഡിക് ടേബിളിൽ ഫോർ എക്സാമ്പിൾ ഞാൻ കാർബൺ എടുക്കുകയാണെങ്കിൽ കാർബണിന്റെ താഴെ 12 AMU എന്ന് കാണാം. ഇത് ഒരു കാർബണിന്റെ മാസാണ്. അവിടെ കിടക്കുന്ന സംഖ്യ നമ്മൾ എടുത്തിട്ട് അത്രയും ഗ്രാം കാർബൺ എടുത്താൽ അതിനകത്ത് ഇത്രയും 6.02 × 1023 കാർബൺ ആറ്റങ്ങൾ കാണും. അതായത് 1 മോൾ കാർബൺ ആറ്റങ്ങൾ കാണും. അപ്പോ നമ്മൾ എടുത്തത് എത്രയായിരുന്നു? 12 ഗ്രാം ആയിരുന്നില്ലേ? അങ്ങനെ 1 മോൾ കാർബൺ ആറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആ 12 ഗ്രാം, അതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഗ്രാം അറ്റോമിക് മാസ് പീരിയോഡിക് ടേബിളിൽ കിടക്കുന്ന അറ്റോമിക് മാസിന്റെ സംഖ്യയ്ക്ക് തുല്യമാണ്. മനസ്സിലായോ? അതാണ് ഡെഫിനിഷനിലും പറയുന്നത്. നോക്കൂ, ഗ്രാം അറ്റോമിക് മാസ് ഈസ് ദ മാസ് ഇൻ ഗ്രാംസ് of 1 mole of atoms in a monoatomic chemical element. ഒരു ആറ്റം മാത്രമേ ഉള്ളൂ, രണ്ടുപേരില്ല. ഓക്കെ. It is numerically equal to the relative atomic mass or atomic weight in grams. മനസ്സിലായോ? നമ്മൾ അറ്റോമിക് വെയിറ്റ് ഗ്രാമിൽ പറയുകയാണെങ്കിൽ എന്താണ്? പീരിയോഡിക് ടേബിളിലെ മാസുമായിട്ട് അതിനെന്താണ്? ഒരു സാമ്യമുണ്ട്. ന്യൂമറിക്കലി ഈക്വൽ ആണ്. ഓക്കെ, തുല്യമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ മാസുകളെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. ക്ലിയർ? സോ ഹൗ ടു ഫൈൻഡ് മോളാർ മാസ് ഓഫ് എ മോളിക്യൂൾസ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഹൗ ടു ഫൈൻഡ് മോളാർ മാസ് ഓഫ് ആറ്റംസ് എന്നാണ്. ഗ്രാം അറ്റോമിക് മാസ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് മോളിക്യൂൾസ് എന്ന് മനസ്സിലാക്കണം. മോളിക്യൂൾസ്, തന്മാത്ര. നോക്കൂ, ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് അഥവാ മോളിക്കുലർ മാസ് എത്രയാണ്? 16 ഗ്രാം. നിങ്ങൾക്കറിയാലോ. വെറുതെ നിങ്ങളോട് പറയാണ് ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയാം. അങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മോളിക്യൂളാണെന്നാണ്. മനസ്സിലായോ? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മറ്റൊരു ഓക്സിജനുമായിട്ട് കൂടിക്കലർന്ന് O2 ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, ഇങ്ങനെ O2 ആയിട്ട് നിൽക്കുമ്പോൾ ഇതിനകത്ത് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. മനസ്സിലായോ? എവിടെയാണോ 2 ആറ്റങ്ങൾ ഉള്ളത് അതൊക്കെ എന്താണ്? മോളിക്യൂളാണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ എന്താണ്? മോളിക്യൂൾസ് ആണ്. H2 അതെന്താണ്? മോളിക്യൂളാണ്. പിന്നെ Cl2 അതെന്താണ്? മോളിക്യൂളാണ്. HCl ഇത് മോളിക്യൂളാണോ? അതെ. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്, ക്ലോറിൻ എന്ന് പറഞ്ഞ വേറൊരു ആറ്റം ഉണ്ട്. 2 ആറ്റമില്ലേ? ഉണ്ട്. CaCO3 ഇതോ? ഇതും മോളിക്യൂളാണ്. കാൽസ്യം എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്, കാർബൺ എന്ന് പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്, ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. മനസ്സിലായോ? സോ ഇവരൊക്കെയാണ് എന്ത്? മോളിക്യൂൾസ്. ഇവരുടെ മാസാണ് എന്ത്? മോളിക്കുലർ മാസ്. വെരി സിമ്പിൾ അല്ലേ? നോക്കൂ, ഇപ്പൊ എനിക്ക് HClന്റെ മാസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. ഇവിടെ ഹൈഡ്രജന്റെ മാസ് എനിക്കറിയാം, എത്രയാണ്? 1 ഗ്രാം. പ്ലസ് ക്ലോറിന്റെ മാസ് എനിക്കറിയാം, എത്രയാണ്? 35.5 ഗ്രാം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി, 36.5 ഗ്രാം. വെരി സിമ്പിൾ. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് ഓക്സിജന്റെ O2 ഇതൊരു എന്താണ്? മോളിക്യൂളാണ്, തന്മാത്രയാണ്. ഇതിന്റെ മാസ് കണ്ടുപിടിക്കാം. അപ്പൊ ഓക്സിജൻ എത്ര ഉണ്ട്? 2 എണ്ണം. 2 × ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ഗ്രാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 32 ഗ്രാം.
മനസ്സിലായോ സാറ് പറഞ്ഞത്? തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുള്ള ഒരേ ആറ്റങ്ങളാവാം, വ്യത്യസ്ത ആറ്റങ്ങളാവാം. എല്ലാവരും നമ്മൾ എന്ത് വിളിക്കും? തന്മാത്ര എന്ന് വിളിക്കും. എന്ത് വിളിക്കും? തന്മാത്ര. ക്ലിയർ? സോ അങ്ങനെ മോളാർ മാസ് ഓഫ് എ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ആഡ് അപ്പ് മോളാർ മാസ് ഓഫ് ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തെയും ഇപ്പൊ HCl ആണെങ്കിൽ സപ്പോസ് HCl ആണെങ്കിൽ എച്ചിന്റെയും Clന്റെയും എന്ത് കണ്ടുപിടിക്കണം? മോളാർ മാസ് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും കൂടി എന്ത് ചെയ്യണം? കൂട്ടണം. മോളാർ മാസ് നമ്മൾ കാണാപ്പാടം പഠിക്കണം. ഹൈഡ്രജൻ 1 ഗ്രാം ആണെന്നും ക്ലോറിൻ 35.5 ഗ്രാം ആണെന്നും പഠിക്കണം. ഓക്കെ, നോക്കൂ, ഇവിടെ കുറേ മോളാർ മാസ് തന്നിട്ടുണ്ട്. എന്ത്? ഓരോ ആറ്റത്തിന്റെയും. നമുക്കിപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങളോട്, എന്ത് കണ്ടുപിടിക്കാനായിട്ട്? മോളാർ മാസ് ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട്. നോക്കൂ, വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് ഓക്സിജൻ? ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണ്? ഓക്സിജൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 16 ഗ്രാം. അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി നിങ്ങൾ നോക്കേണ്ടത് എത്ര എണ്ണം ഉണ്ട് ഓക്സിജൻ? ഇവിടെ 2 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ എണ്ണം ഇൻറ്റു എന്താണ് എലമെന്റ്? ഓക്സിജൻ എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 ഇൻറ്റു O. അതിൻ്റെ അർത്ഥം എന്താ? 2 എണ്ണം ഉണ്ട് ആര്? ഓക്സിജൻ. സെക്കൻഡ് സ്റ്റെപ്പിൽ 2 ഇൻറ്റു O. ഓയുടെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മോളിക്കുലർ മാസ് കൊടുക്കുക, 16 ഗ്രാം. സോ ദ ആൻസർ ഈസ് 32 ഗ്രാം. ക്ലിയർ? മനസ്സിലായോ എന്താ ചെയ്തത്? O എത്ര ഉണ്ട്? 2 എണ്ണം. ഇപ്പൊ 2 ഇൻറ്റു O എന്ന് കൊടുക്കാം. 2 ഇൻറ്റു 16, 32 ഗ്രാം. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ മാസാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് N2? നൈട്രജന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ചുമ്മാ നിങ്ങളോട് ചോദിക്കണം, നൈട്രജന്റെ എന്ന് പറയാൻ അർത്ഥം എന്താ? മോളിക്യൂൾ ആണെന്ന് മനസ്സിലാക്കണം, ആറ്റം അല്ല. ആറ്റം ആണെങ്കിൽ പ്രത്യേകം പറയും നൈട്രജൻ ആറ്റത്തിന്റെ എന്ന്. ഓക്കെ, ഇവിടെ മോളിക്യൂൾ ആണ് N2. ഇതിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എത്ര എണ്ണം ഉണ്ട് N എന്ന് കണ്ടുപിടിക്കണം. 2 എണ്ണം. 2 ഇൻറ്റു N. ഓക്കെ, വീണ്ടും സെക്കൻഡ് സ്റ്റെപ്പിൽ 2 ഇൻറ്റു N. എന്നിന്റെ മാസ് എത്രയാണ്? 14 ഗ്രാം. ജസ്റ്റ് പുട്ട് 14 ഗ്രാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 28 ഗ്രാം. മനസ്സിലായോ? ഇത് നൈട്രജൻ എന്ന് പറയുന്നതിന്റെ തന്മാത്രയുടെ ഭാരമാണ്, മോളിക്യൂളാറിന്റെ വെയിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രാം മോളിക്കുലാർ മാസ്. നേരത്തെ നമ്മൾ ആറ്റത്തിന്റെ മാസിനെ എന്ത് വിളിച്ചു? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിച്ചതുപോലെ തന്മാത്രയുടെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ ആറ്റത്തിന്റെ മാസിനെ നമ്മൾ എന്ത് വിളിച്ചു? ആറ്റത്തിനാണ് ഗ്രാം അറ്റോമിക് എന്താണ് മാസ്. ഇനി മോളിക്യൂളിന്റെ മാസിനെ നമ്മൾ എന്ത് വിളിക്കണം? ഗ്രാം മോളിക്കുലാർ മാസ്. ക്ലിയർ? മനസ്സിലായോ? വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് ക്ലോറിൻ? ക്ലോറിന്റെ മാസ് കണ്ടുപിടിക്കുന്ന മോളാർ മാസ്. ഇപ്പൊ ക്ലോറിൻ എത്രയാണ് ഇവിടെ? 35.5. എത്ര ക്ലോറിൻ ഇവിടെ ഉണ്ട്? 2 എണ്ണം. 2 ഇൻറ്റു Cl, 2 ക്ലോറിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 35.5 ഈക്വൽ ടു എത്ര കിട്ടും? 35 70. 0.5 70. എത്ര കിട്ടും? 71 കിട്ടും അല്ലേ? ശരിയല്ലേ? 0.5 കൂട്ടുമ്പോ 71. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. H2. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് H2? H എത്രയാണ്? 1 ഗ്രാം. ഇവിടെ എത്ര H ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഈക്വൽ ടു 2 ഇൻറ്റു H. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു H. H എത്രയാണ്? 1 ഗ്രാം. ഈക്വൽ ടു 2 ഗ്രാം. ഇതെന്താ സാധനം? 2 ഗ്രാം എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് എന്താണ്? ഹൈഡ്രജൻ. ഉണ്ടോ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് HCl?
ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കാണണം. അപ്പോൾ 1 ഇൻറ്റു ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഒരെണ്ണേ ഉള്ളൂ, പ്ലസ് 1 ഇൻറ്റു എന്താണ് ക്ലോറിൻ. മനസ്സിലായോ? ക്ലോറിൻ എത്ര ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എണ്ണ എഴുതി വെക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ 1 ഇൻറ്റു ഹൈഡ്രജന്റെ താഴെ ഹൈഡ്രജന്റെ മാസ് എഴുതുക. എത്രയാണ്? 1 ഗ്രാം, പ്ലസ് 1 ഇൻറ്റു ക്ലോറിന്റെ താഴെ ക്ലോറിന്റെ മാസ് എഴുതുക. എത്രയാണ്? 35.5. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഗ്രാം, പ്ലസ് 1 ഇൻറ്റു 35.5 35.5 ഗ്രാം ഇസ് ഈക്വൽ ടു 36.5 ഗ്രാം. ക്ലിയർ? ഓക്കെ. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് H2O? H2O ന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ. ഇവിടെ എത്ര എണ്ണം? 1. കണ്ടോ? അപ്പോൾ 1 ഇൻറ്റു ഓക്സിജൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 ഗ്രാം. 1 ഗ്രാം പ്ലസ് 1 ഇൻറ്റു ഓക്സിജൻ. 1 ഇൻറ്റു ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ഗ്രാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഗ്രാം പ്ലസ് 16 ഗ്രാം ഇസ് ഈക്വൽ ടു 18 ഗ്രാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ H2 ന്റെ മാസ് എത്രയാണ്? 18 ഗ്രാം. സോ വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ്? നമ്മൾ നേരത്തെ പഠിച്ചു. മാസ് ഓഫ് 6.02 × 10⁻23 ആറ്റംസ്. വാട്ട് ഈസ് ഗ്രാം മോളിക്കുലർ മാസ്? മാസ് ഓഫ് 6.02 × 10⁻23 നോട്ട് ആറ്റംസ് ബട്ട് എന്താണ്? മോളിക്യൂൾസ്. മനസ്സിലായോ? നമുക്കറിയാം 6.02 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് 1 മോൾ ഓഫ് മോളിക്യൂൾസ്. കൺഫ്യൂഷൻ ആയ? നോക്കൂ, ഇത്രയും മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ മോളിക്യൂൾസ് ആണ്. ഓക്കെ, അതിന്റെ വെയിറ്റ് ആണ് എന്ത്? 1 ഗ്രാം മോളിക്കുലർ മാസ്. Mass of 1 mole molecules. So the molar mass of H2O എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നേരത്തെ കിട്ടി 18 ഗ്രാം. ആ 18 ഗ്രാം നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അവിടെ 6.02 × 10⁻23 മോളിക്യൂൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? 1 മോൾ ഓഫ് എന്താണ്? H2O എന്ന് വിളിക്കും. മനസ്സിലായോ? ക്ലിയർ? സോ 18 ഗ്രാം ഓഫ് H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ആണെങ്കിൽ 1 മോൾ എന്താണ്? 1 ഗ്രാം മോളിക്കുലർ മാസ് ആണ്. ക്ലിയർ? അപ്പോൾ 18 ഗ്രാം ഓഫ് H2O എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് H2O. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ H2Oയിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഗ്രാം അറ്റോമിക് മാസുകൾ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണ്? അത് 18 ഗ്രാം ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 18 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെയും ഗ്രാം അറ്റോമിക് മാസുകൾ കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഗ്രാം മോളിക്കുലർ മാസിനെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? ഗ്രാം മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് മോളാർ മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ഓഫ് 1 മോൾ ഓഫ് മോളിക്യൂൾ. 1 മോൾ മോളിക്യൂളിലെ എന്താണ്? 1 മോൾ മോളിക്യൂളിലെ ഓരോ ആറ്റത്തിന്റെയും മോളാർ മാസ് എടുത്ത് കൂട്ടിക്കിട്ടുന്ന സംഖ്യ, അത് ഗ്രാമിൽ പറയുമ്പോൾ അതിനെന്ത് വിളിക്കുന്നു? ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നു. ഉദാഹരണം H2Oയിൽ H2ന്റെ എന്താണ്? 2 ഗ്രാമും പ്ലസ് ഓക്സിജന്റെ 16 ഗ്രാമും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 18 ഗ്രാം കിട്ടും. മനസ്സിലായോ? ഈ 18 ഗ്രാം എങ്ങനെ കിട്ടിയത്? ആ H2Oയിലുള്ള 2 ഹൈഡ്രജന്റെയും 1 ഓക്സിജന്റെയും മോളാർ മാസുകൾ തമ്മിൽ കൂട്ടിയപ്പോഴാണ് അല്ലേ? അപ്പോൾ H2O ഉണ്ടായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ്.
അപ്പൊ എന്ത് ചേർന്നാണോ ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്, ആ ചേർന്നിരിക്കുന്ന ആളുകളുടെ എന്ത് കണ്ടുപിടിക്കണം നമ്മള്? മോളാർ മാസ് കണ്ടുപിടിച്ച് അതിന്റെ സം തുക കണ്ടെത്തിയാൽ കിട്ടുന്നത് എന്താണോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഗ്രാം മോളിക്കുലാർ മാസ് ഇസ് ഈക്വൽ ടു 1 മോൾ ഓഫ് മോളിക്യൂൾസിന്റെ മാസ്. ക്ലിയർ? ഒരു മോൾ മോളിക്യൂൾസിന്റെ മാസ് ആണ് ആക്ച്വലി എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ്. ക്ലിയർ? സോ ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് എങ്ങനെ പറയാം? Gram molecular mass, the amount of a substance in grams which is numerically equal to the molecular mass of the substance is it gram molecular mass. ഇപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 18 ഗ്രാം അല്ലേ? സോ ഗ്രാം മോളിക്കുലർ മാസ് ഇസ് ദ മാസ് ഇൻ ഗ്രാംസ് ഓഫ് 1 മോൾ ഓഫ് എ മോളിക്കുലർ സബ്സ്റ്റൻസ്. നോക്കൂ, 1 മോൾ ഓഫ് H2O എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 18 ഗ്രാം, 18 ഗ്രാം ഓഫ് H2O. അപ്പോ ഒരു H2Oന്റെ ഒരാറ്റം അല്ല, ഒരു മോളിന്റെ മാസ് ആണ് എന്ത്? ഈ 18 ഗ്രാം എന്ന് പറയുന്നത്. 1 മോൾ ഓഫ് H2O is equal to 18 ഗ്രാം. ഇതെങ്ങനെ കിട്ടി? മോളാർ മാസ് ഓഫ് H2 പ്ലസ് എന്താണ്? ഓക്സിജൻ. ഇങ്ങനെ ഒരു മോൾ H2Oന്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2O എന്ന് വിളിക്കാം. ക്ലിയർ? ഇത് ശരിക്കും നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറിക്കലി ഈക്വൽ ടു എന്താണ്? മോളാർ മാസ് ഓഫ് ഈച്ച് ആറ്റം, സം ഓഫ് മോളാർ മാസ് ഓഫ് ഈച്ച് ആറ്റം. H2Oയിലെ ഓരോ ആറ്റത്തിന്റെ മോളാർ മാസ് കണ്ട് കൂട്ടുന്ന സംഖ്യക്ക് തുല്യമാണ് എന്ത്? ഗ്രാം മോളിക്കുലാർ മാസ്. അതിനോട് പറയുന്നത് the amount of a substance gram which is numerically equal to the molar mass of the substance. കണ്ടോ? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ ആളുകളുടെയും മോളാർ മാസ് കൂട്ടിക്കിട്ടുന്ന സംഖ്യ കണ്ടോ? അതിന് തുല്യമായിരിക്കും എന്ത്? ഗ്രാം മോളിക്കുലർ മാസ്. ക്ലിയർ? സോ ലെറ്റ് us do some examples for better understanding. നമുക്ക് ചില എക്സാമ്പിൾ ചെയ്യാം. ഒന്ന്, ഫൈൻഡ് ദ മോളിക്കുലർ മാസ് ഓഫ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. വെരി സിമ്പിൾ. സോഡിയം ഇവിടെ നിന്ന് എടുക്കുക, 23 ഗ്രാം. അപ്പോൾ ഇവിടെ നോക്കാം, സോഡിയം എത്ര കൊണ്ട് വരണം? 1 ഇൻറ്റു സോഡിയം പ്ലസ് OH. ഇതൊരു ഗ്രൂപ്പാണ്, OH അല്ലേ? അതിനകത്ത് ആരൊക്കെ ഉണ്ട്? O ഉണ്ട്, H ഉണ്ട്. അപ്പോൾ O എത്ര കൊണ്ട് വരണം? 1 ഇൻറ്റു ഓക്സിജൻ പ്ലസ് ഹൈഡ്രജൻ എത്ര കൊണ്ട് വരണം? 1 ഇൻറ്റു എന്താണ്? ഹൈഡ്രജൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ ഓരോന്നിന്റെ മാസ് കൊടുക്കണം. 1 ഇൻറ്റു സോഡിയം. സോഡിയം ഇവിടെ എത്രയാണ്? 23. വെരി സിമ്പിൾ. 23 കൊടുക്കുക പ്ലസ് 1 ഇൻറ്റു ഓക്സിജൻ. ഓക്സിജൻ എത്രയാണ്? 16 പ്ലസ് 1 ഇൻറ്റു ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്രയാണ്? 1. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 23 പ്ലസ് 16 പ്ലസ് 1 ദാറ്റ് ഈസ് എത്രയാണ്? 0 40 gram. Clear? So the answer is 40 gram. Next question, find the molecular mass of H2SO4. Sulfuric acid ആണത്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് എന്തുണ്ട്? സൾഫർ ഉണ്ട് പ്ലസ് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഇനി എത്ര എണ്ണം വീതമുണ്ട്? ഒരു ഹൈഡ്രജൻ 2 എണ്ണം, അപ്പൊ ഇൻറ്റു 2. ഓക്കെ. സൾഫർ എത്ര ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ 1 ഇൻറ്റു സൾഫർ. ഓക്സിജൻ എത്ര ഉണ്ട്? 4 എണ്ണം, 4 ഇൻറ്റു ഓക്സിജൻ. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹൈഡ്രജൻ. ഹൈഡ്രജൻ എത്രയാണ് മാസ്? 1 ഗ്രാം പ്ലസ് 1 ഇൻറ്റു സൾഫർ. സൾഫർ എത്രയാണ് ഗ്രാഫ്? മാസ് 32 ഗ്രാം. ഓക്കെ. പ്ലസ് 4 ഇൻറ്റു ഓക്സിജൻ. ഓക്സിജൻ എത്രയാണ് ഗ്രാം? 16 ഗ്രാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഗ്രാം പ്ലസ് 32 ഗ്രാം പ്ലസ് 16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ പറ്റൽ 40, 64, 24, 64 ഗ്രാം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 4, 8, 98 gram. Clear? So the answer is 98 gram. அடுத்த question, find the molecular mass of calcium carbonate CaCO3.
ഇവിടെ വെരി സിമ്പിൾ. ഇനി നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. കാൽസ്യത്തിന്റെ സാറ് സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നില്ല. കാൽസ്യം ഇവിടെ എത്രയാണ്? 40 ഒരെണ്ണേ ഉള്ളൂ. പ്ലസ് കാർബൺ എത്രയാണ്? 12 അതും ഒരെണ്ണേ ഉള്ളൂ. പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. 3 ഇൻറ്റു ഓക്സിജന്റെ എഴുതണം. എത്രയാണത്? 16. സോ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 52 പ്ലസ് 30 30 18 48 42 250 എത്ര കിട്ടും? 100 ഗ്രാം കിട്ടും. മനസ്സിലായോ? ദിസ് ഈസ് ദ മാസ് ഓഫ് എന്താണ്? മോളിക്കുലർ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ മോളിക്കുലർ മാസ് ഓഫ് NH4 ടോയ്സ് SO4. എന്താണത്? അമോണിയം സൾഫേറ്റ്. കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യണം. ബ്രാക്കറ്റിനകത്ത് നൈട്രജൻ ഒരെണ്ണം ഉള്ളൂ. എത്രയാണ്? 14 പ്ലസ് ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്. ഒരെണ്ണം എത്രയാണ്? 1 ഗ്രാം. അപ്പൊ 4 എണ്ണം എത്ര ഉണ്ടാവും? 4 ഗ്രാം. ഓക്കെ, ഇൻറ്റു 2 പ്ലസ് സൾഫർ എത്രയാണ്? 32 ഗ്രാം. പ്ലസ് ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു 16 ഗ്രാം. ഓക്കെ, 14 4 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 18 ഇൻറ്റു 2. ഈ ബ്രാക്കറ്റ് കിട്ടുന്ന അർത്ഥം എന്താ? ഇൻറ്റു 2 പ്ലസ് 32 പ്ലസ് 16 ഇൻറ്റു 4. 14 40 64 24 64. ഇത് രണ്ട് ഗുണിക്കുമ്പോൾ 2 2 16 6 ശിഷ്ടം 1 2 3 36 പ്ലസ് 32 പ്ലസ് എത്രയാണ്? 64. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 4 2 6 6 12 2 ശിഷ്ടം 1 6 7 3 10 3 13 132 ഗ്രാം. ക്ലിയർ? മനസ്സിലായോ? So the answer is 132 gram. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മോളിക്കുലർ മാസ് ഓഫ് Na2CO3. സോഡിയം കാർബണേറ്റ് ആണ്. നോക്കാം നമുക്ക്. ഇവിടെ സോഡിയം എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു സോഡിയം എത്രയാണ്? 23 പ്ലസ് കാർബൺ ഒരെണ്ണം ഉള്ളു അല്ലേ? കാർബൺ എത്രയാണ്? 12 പ്ലസ് ഓക്സിജൻ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. ഒരു ഓക്സിജൻ എത്രയാണ്? 16. സോ 3 ഇൻറ്റു 16. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഗുണിക്കുമ്പോൾ 6 46 പ്ലസ് 12 പ്ലസ് 3 6 8 ശിഷ്ടം 1 ഒരു 4 48 48 2 50 10 60 4 നമുക്ക് എത്ര കിട്ടും? 106 ആൻസർ കിട്ടും. 106 gram. Okay, so the answer is 106 gram. അടുത്ത find the molecular mass of calcium hydroxide CaOH twice. Again നമുക്ക് നോക്കാം. കാൽസ്യം ഇവിടെ കിടപ്പുണ്ട്. എത്രയാണ്? 40 ഗ്രാം. ഒരെണ്ണം ഉള്ളൂ. 40 പ്ലസ് OH twice ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യാം. O എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. എത്രയാണ്? 16 പ്ലസ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 1 ഇൻറ്റു 2 ഈക്വൽ ടു 40 പ്ലസ് 17 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 17 ഇൻറ്റു 2 എത്ര? 2 14 4 ശിഷ്ടം 1 അല്ലേ? 17 2 എത്ര കിട്ടും? 34. ഓക്കെ, സോ എല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് 74 ആൻസർ കിട്ടും. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഹൗ മെനി ഗ്രാം മോളിക്കുലർ മാസസ് ഓഫ് സബ്സ്റ്റൻസ് ആർ പ്രസന്റ് ഇൻ 100 gram NaCl? How many gram molecular masses of substance are present in 100 gram NaCl? ഈ പ്രോബ്ലംസ് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ടഫായിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ. ടു സോൾവ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വാച്ച് ഓൺ നെക്സ്റ്റ് വീഡിയോ പാർട്ട് 12. ഓക്കെ, വാട്ട് യു ലേൺ? gram atomic mass എന്താണെന്ന് പഠിച്ചു. gram atomic mass is the mass in grams of 1 mole of atoms in a monatomic chemical element. It is numerically equal to the relative atomic mass in grams. മനസ്സിലായോ? gram molecular mass എന്താണെന്ന് പഠിച്ചു.
the amount of a substance in grams, which is numerically equal to the molecular mass of substance, is known as gram molecular mass. Okay, please watch next part for more problems related to mole concepts. മോളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അതുപോലെ ആക്ച്വലി ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലാണ് നമ്മൾ പഠിക്കുക. സോ തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങൾ കാണണം.